ഷാമ, അഖിൽ മാരാർ ബിഗ് ബോസ് തുറന്നുവിട്ട ദുരന്തം എന്നാണ് ചില ആൾക്കാർ അയാളെ വിശേഷിപ്പിക്കുന്നത്. വേറെ ചില ആൾക്കാർ പറയുന്നു അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി വളരെ മാന്യനാണ്, വളരെ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റഡ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്, നല്ല ബുദ്ധി ശക്തിയും വളരെ പ്രായോഗിക യുക്തിയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് ചില ആൾക്കാർ പറയുന്നു. രണ്ട് സൈഡിൽ നിന്ന് വാദിക്കുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽ മാരാർ പറഞ്ഞ ഒരു കാര്യത്തിന്മേൽ അഖിൽ മാരാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. എല്ലാവർക്കും എതിരെ കേസെടുക്കുക. എനിക്ക് തോന്നുന്നു 39-40 പേർക്കെതിരെ കേസെടുത്തുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പറയുന്ന ആൾക്കാർ, ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ തൊട്ട കേസാണെന്ന് പറയുന്നത് പോലെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത്. കാരണം അത് ശരിയാണ്, ഈ ദുരന്ത ഭൂമിയിൽ നിൽക്കുകയാണ്. അപ്പോൾ സുധാകരൻ തന്നെ കഴിഞ്ഞ ദിവസം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ സതീശൻ പറഞ്ഞു ഈ സമയത്തല്ല രാഷ്ട്രീയം പറയേണ്ടത്, മിണ്ടാതിരുന്നോണം എന്ന് പറഞ്ഞിട്ട് സതീശൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് സുധാകരൻ തെറിയൊന്നും വിളിച്ചില്ല, നേരത്തെ തെറിയൊക്കെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ അഖിൽ മാരാർ ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കില്ല, ഞാൻ കൊടുക്കില്ല, പകരം 3 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് തോന്നുന്നു ഞാൻ കണ്ട പുള്ളിയുടെ ലൈവ്, 4 വീട് വെച്ച് കൊടുക്കാമെന്ന് പുള്ളി പറയുന്നുണ്ട്. പുള്ളി അങ്ങനെ പറയുന്നുണ്ട്, ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കില്ല എന്നും പറയുന്നുണ്ട്. ഇതൊരു നല്ലൊരു നടപടിയാണോ? ഷാമിൻ്റെ ഒരു വീക്ഷണത്തിൽ എന്താണ്? അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ആരോടും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം കൊടുക്കില്ല എന്നാ പറഞ്ഞു. ഞാൻ കൊടുക്കില്ല. ഞാൻ ആദ്യം അദ്ദേഹം പറഞ്ഞത് 3 വീട് എൻ്റെ വീടിന്റെ സമീപത്തുള്ള വസ്തുവിൽ താല്പര്യമുള്ളവർക്ക് ഞാൻ വീട് വെച്ച് നൽകാം, സൗജന്യമായി വീട് വെച്ച് നൽകാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ സൈബർ ആക്രമണം വരികയുണ്ടായി. അദ്ദേഹം വിളിക്കുന്ന അന്തംകമ്മികൾ എന്നറിയപ്പെടുന്ന സൈബർ സഖാക്കൾ പോയി അദ്ദേഹത്തെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു ഫേസ്ബുക്കിൽ പോയിട്ട്. അതിന് പിന്നാലെയാണ് ഇന്നലെ 25 മിനിറ്റ് വരുന്ന ലൈവ് വന്നത്. ഇവർ തമ്മിലുള്ള തല്ല് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഈ ദുരന്തം തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തല്ല് തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ഒരു കഴിഞ്ഞ 43 ദിവസങ്ങളിൽ ഞാൻ നൽകിയ സഹായം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രീൻഷോട്ടുകൾ ഇട്ടുകൊണ്ട് അദ്ദേഹം കുറേ പേർക്ക് കഴിഞ്ഞ 43 ദിവസം കുറേ പേർക്ക് നേരിട്ടും അല്ലാതെയും നൽകിയ സഹായം സംബന്ധിച്ചുള്ള സ്ക്രീൻഷോട്ടുകൾ എടുത്ത് അന്തംകമ്മികളെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് കൊടുത്തു. അതിന് താഴെയും വലിയ തോതിൽ ഈ പറയുന്ന സൈബർ സഹാക്കൾ തെറിവിളിയുമായി എത്തി. ഇന്നലെ 25 മിനിറ്റ് ലൈവ് വന്നു. ലൈവ് വന്നിട്ട് ഇന്നലെയും രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചു. രൂക്ഷമായ ഭാഷ എന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക, ഈ നല്ല രീതിയിൽ മൂർച്ചയുള്ള, ഈ വാളിൻ്റെ മൂർച്ചയുള്ള രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്നലെയും അവർക്കെതിരെ വലിയ ആക്രമണം നടത്തി. വിമർശനത്തിനെക്കാട്ടിലുപരി ഞാൻ പുള്ളിയിൽ കണ്ടിട്ടുള്ളത് അച്ചം പുച്ഛം ഈ അന്തംകമ്മികളെ അപമാനിച്ചു വിട്ടുകളെ, കേട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് പുള്ളി പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ, പബ്ലിക്കായിട്ട് ഒരു വേദിയിൽ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അമേദ്യം എടുത്തു കൊണ്ടുപോയി ജ്വല്ലറിയിൽ കൊണ്ടുപോയി വയ്ക്കുമ്പോൾ മുതലാളി പറയും ഇത് അമേദ്യമാണെന്ന് പറയാം, അല്ല ഇത് സ്വർണ്ണമാണ്, ഇത് മര്യാദയ്ക്ക് കാശ് തന്നോളാം എന്നും പറയുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള അന്തംകമ്മികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അതിലും ഭീകരമായിരുന്നു. ഇന്നലെ ഇത് തിരുത്തി 3 വീടുകൾ സ്വന്തം വീടിന്റെ സമീപത്ത് വെച്ച് നൽകാമെന്ന് പറഞ്ഞതിന്റെ കാരണം എൻ്റെ സുഹൃത്ത് എനിക്ക് ഭൂമി തരാമെന്ന് പറഞ്ഞു, ഈ വീട് വെച്ച് നൽകാൻ. പിന്നെ എൻ്റെ സുഹൃത്തായിട്ടുള്ള എഞ്ചിനീയർ തന്നെ ഇതിന്റെ കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ നിർമ്മാണത്തിൽ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ആശ്വാസമുള്ളൊരു മേഖലയാണ്. പൊതുവെ ദുരന്തമായിട്ട് പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇല്ലാത്തൊരു മേഖലയാണ് എൻ്റേത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വീടിന് സമീപത്ത്, എൻ്റെ നാട്ടിൽ എവിടെയാണ്, കോട്ടാത്തലയോ? കോട്ടാത്തല, ആ സമീപത്ത് തന്നെ വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ അത് തിരുത്തുന്നു. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ 4 വീട് വെച്ച് നൽകാം, 4 വീട് വെച്ച് നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇന്നലെ പിന്നീട് ആ ലൈവ് അവസാന ഭാഗമായപ്പോഴത്തേക്ക് താമരക്കുടി ബാങ്കിന്റെ വിഷയം എടുത്തിട്ട് കൊടുത്തു. താമരക്കുടി ബാങ്ക് എന്ന് പറയുന്നത് വലിയ തട്ടിപ്പ്, സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് വലിയ തട്ടിപ്പ്, ഇവർ ഭരിച്ച് വലിയ തട്ടിപ്പ് നടത്തി ഒരുപാട് കുട്ടികളുടെ വിവാഹം മുടക്കി ആത്മഹത്യയിലേക്ക് വരെ പല കുടുംബങ്ങളെയും തള്ളിയിട്ട ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ സഹകരണ ബാങ്ക് തട്ടിപ്പുകളിൽ ഒന്നാണ് ഈ താമരക്കുടി ബാങ്ക് തട്ടിപ്പ്. വലിയ തട്ടിപ്പാണത്. അപ്പോൾ ആ തട്ടിപ്പ് കേസ് ഇന്നലെ എടുത്തിട്ട് കൊടുത്തു. അതിനിപ്പോൾ വലിയ ചർച്ചയാവും. കാര്യം താമരക്കുടി ബാങ്കിലെ തട്ടിപ്പ് എന്താണെന്ന് ആളുകൾ അന്വേഷിച്ചു പോകും. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു വലിയ തട്ടിപ്പാണിത്. അപ്പോൾ അതിൽ അവസാനമായിട്ട് ഈ ലൈവിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളെ ഞാൻ കഴുത എന്ന് വിളിക്കില്ല. കാരണം കഴുത എന്ന് വിളിച്ചാൽ കഴുത എന്നെ വീട്ടിൽ വന്ന് തെറി വിളിക്കും എന്നാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അത് വലിയ പ്രൊവോക്കേഷനാണ് സൈബർ സഹാക്കൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തു. ഇൻഫോ പാർക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ അതായത് സൈബർ വിഭാഗത്തോടാണ്. കൊച്ചിയുടെ സൈബർ വിഭാഗം പ്രവർത്തിക്കുന്നത് ഇൻഫോ പാർക്ക് സ്റ്റേഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഫോ പാർക്ക് ഇപ്പോൾ കൊച്ചിയിൽ എറണാകുളത്തെ എവിടെയാണെങ്കിലും എവിടെ നിന്ന്
ഇങ്ങനെയുള്ള സൈബർ സംഭവങ്ങൾ നടത്തിയാൽ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുക്കും, FIR ഇടും. അപ്പോൾ FIR ഇട്ടു എന്ന് മാത്രമല്ല, അവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉടനടി ആക്ഷൻ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ദുരിതാശ്വാസം നൽകില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക്, ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരിക്കില്ല അഖിൽമാരാരെ ഈ കേസിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഉടനടി ആക്ഷൻ ഉണ്ടാവും. ഉടനടി തന്നെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി. എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ പോലീസിന്? കേസെടുക്കാം, ജാമ്യം എടുക്കാം. കേസെടുത്ത് ജാമ്യം. പിന്നെ അവസാനം എങ്ങനെയാ നടപടിക്രമങ്ങൾ? നടപടി കോടതിയിലേക്ക് കൊടുക്കും, കോടതി പൊളിഞ്ഞു പോകും. പിന്നെ അത് തന്നെ സംഭവിക്കുന്നു. ഇദ്ദേഹം ഈ പറഞ്ഞ ഈ സാധനം കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിൽ കോടതി കിട്ടത്തില്ല. അതായത് പോസ്റ്റ് ഇട്ട ഈ സാധനം അവർ പിടിച്ചെടുക്കണം. പുതിയ ഭാരത ന്യായ സംഹിതയിൽ ഇത് സംബന്ധിച്ചുള്ള ലൂപ്പോളൊക്കെ അടച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നാലും ഒറിജിനൽ ഡിവൈസ് അടത്താതെ ഇത് തെളിയില്ലെന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ ഡിവൈസ്. അതായത് ഞാനിപ്പോൾ ഉപയോഗിച്ച ഈ ഫോണാണെന്ന് വെച്ചോ, ഈ ഫോൺ വഴിയാണ് ഞാൻ ഇട്ടത്. ഈ ഡിവൈസ് ഇത് സീസ് ചെയ്ത് ഫോറൻസിക്കിന് പരിശോധിച്ചു. എന്റെ ഡൗട്ട്, ആ ഡിവൈസിൽ ഇട്ടത് നമ്മളെ വീഡിയോയിലേ ഇട്ടത്. അതെ, ആ വീഡിയോ കിട്ടിയാൽ പോരെ, എന്തിനാ ഡിവൈസ് തന്നെ കിട്ടണമെന്നുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഞാൻ തന്നെ ഇന്ന് ഇങ്ങനെ ചുണ്ടാനക്കുന്നത് വേണമെങ്കിൽ നമ്മുടേതിൽ അട്ടിമറിച്ചില്ലേ? നമ്മുടേതിൽ വന്നിട്ട് ജയശങ്കർ സാറിന്റെ വീഡിയോ എടുത്തിട്ട് ഇത് ചെയ്ത് ഇട്ട് കളഞ്ഞില്ലേ? പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഡിവൈസ്. അപ്പൊ അതൊന്നും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഡിവൈസ് എന്തായാലും ഇദ്ദേഹത്തെ കൊണ്ട് കൊടുക്കാനും പോകുന്നില്ല. CC ചെയ്യാൻ നിയമമുണ്ട്. വേറെ ഫോൺ എടുത്ത് കൊടുക്കാം, ഡിജിറ്റൽ ഇത് പിടിക്കാനുള്ളതുണ്ട്. പിടിച്ചോണ്ട് പോയി വേറെ ഇതെടുത്ത് കൊടുക്കും. പിന്നെ അത് ഫോറൻസിക്കിലൊക്കെ പരിശോധിച്ച് എത്ര ദിവസം കഴിയുമെന്ന് അറിയാമോ? ഫോറൻസിക്കിൽ ഈ സാധനം കൊണ്ടുപോയി. ഞാൻ ചോദിക്കുന്നത്, തെളിഞ്ഞു കഴിഞ്ഞാൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ സംഭാവന ചെയ്യില്ല എന്ന് പറയുന്ന ഒരു കുറ്റമാണ്. അതെങ്ങനെയാണ്? ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് പൂർണ്ണ അധികാരം സർക്കാരിന് ഇക്കാര്യത്തിലുണ്ട്. സർക്കാരിന് എടുക്കാൻ പറ്റും. അതായത് അടിയന്തര ഘട്ടമാണ്. അടിയന്തര ഘട്ടമായതുകൊണ്ട് സർക്കാരിന് ഇക്കാര്യത്തിൽ മുന്നും പിന്നും നോക്കാതെ കേസെടുക്കാൻ പറ്റും. അത് പ്രത്യേക അധികാരമാണ്. ഇതിപ്പം ഈ വലിയ ദുരന്തം നടന്നിരിക്കുന്ന സമയമാണ്. ഇപ്പൊ സർക്കാരിന് അക്കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള അധികാരമുണ്ട്. ആ അധികാരം വെച്ചുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ വരരുത് എന്നൊക്കെയുള്ള ഉത്തരവുകൾ എടുത്തിറക്കി കൊടുത്തു. അത് പിന്നെ പിൻവലിച്ചു. അത് വലിയ വിമർശനങ്ങൾ കേട്ടപ്പോഴാണ്. ഈ കേസെടുത്തതിന് ശേഷവും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം, തൊട്ടു പിന്നാലെ മറുപടിയും വന്നു. അത് വന്നിരിക്കുന്ന മറുപടി ഇതാണ് അഖിൽമാരാർ ഇട്ടിരിക്കുന്നത്: അങ്ങനെ വീണ്ടും കേസ് മഹാരാജാവ് നീണാൽ വാഴട്ടെ. വീണ്ടും വിടാനുള്ള ഉദ്ദേശം ഇദ്ദേഹത്തിന് തീരെ താല്പര്യമില്ല. പിന്നെ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ലൈവിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇവിടുത്തെ വലിയ നടന്മാരെല്ലാം കൊണ്ടുപോയി പൈസ കൊടുക്കാനുള്ള കാരണം അവരുടെ നികുതി വെട്ടിപ്പ് പിടിക്കാൻ പാടില്ല. അങ്ങനെയും പറഞ്ഞു. അത് ശരി. അവരുടെ വലിയ ഗുരുതരമായിട്ടുള്ള കോർപ്പറേറ്റുകൾ പൈസ കൊടുക്കും. ഗുരുതരമായിട്ടുള്ള ആരോപണം മാത്രമല്ല, പൈസ കൊടുത്ത നടന്മാരെ അപമാനിക്കൂടല്ലേ ഇയാൾ ചെയ്യുന്നത്? മോഹൻലാൽ 25 ലക്ഷം കൊടുത്തിട്ടുണ്ട്, മമ്മൂട്ടി 20 ലക്ഷം കൊടുത്തു, ചിയാൻ വിക്രം 25 ലക്ഷം കൊടുത്തു, കമൽഹാസൻ 25 ലക്ഷം കൊടുത്തു. എന്തിനു പറയുന്നു, തമിഴ്നാട്ടിലുള്ള പല നടന്മാര് കാർത്തി, സൂര്യയും ജ്യോതികയും ചേർന്ന് 50 ലക്ഷം കൊടുത്തു. ഇതൊന്നും പോരാഞ്ഞിട്ട് രവി പിള്ള, പിന്നെ ഇദ്ദേഹം യൂസഫ് അലി, എല്ലാവരും ഇത് കഞ്ഞന്തിരി പിടിച്ച ഒരു സംസാരം. ഇതിന്റെ അടുത്ത അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു വരി, കോർപ്പറേറ്റുകൾ കാശ് കൊടുക്കുന്നതും നികുതി സേവ് ചെയ്യാനാണ്. അല്ല, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഇയാൾക്ക് 2 അടിയുടെ കുറവുണ്ടെന്നാണ് ചിന്തിച്ചു പോകുന്നത്. തെറ്റില്ല. അല്ല, ഇങ്ങനെ ഇതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു സൈഡിൽ സൈബർ സഹാക്കൾ വളരെ സ്ട്രോങ് ആണ്, ഇപ്പുറത്ത് ഇദ്ദേഹം അവരെ കഴുത എന്ന് പോലും വിളിക്കാൻ പക്വതയില്ലാത്ത, അതിന് പോലും അപമാനമായിട്ടുള്ള മനുഷ്യരാണ് അവരെന്ന് തിരിച്ചടിക്കുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തെ അവർ വിളിക്കുന്ന സംഖ്യ. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഇയാൾക്ക് ഈ അഖിൽ മാരാർ എന്ന് പറഞ്ഞ ഒരാൾക്ക്, ഇയാളുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഇന്റർവ്യൂവിൽ ഇയാൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇയാൾക്ക് ജീവിതത്തിൽ 3 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഒരു സ്പോർട്സ് താരമാകണം; 2, ഒരു രാഷ്ട്രീയക്കാരനാവണം; 3, ഒരു സിനിമാക്കാരനാവണം. ഈ സ്പോർട്സ് താരമാകണം എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് ഞാൻ അടുത്ത് കഴിയുമ്പോൾ ഒരു 10-35 വയസ്സാകുമ്പോഴേക്ക് ഞാൻ വിരമിക്കാറാവും. അത് കഴിഞ്ഞ് എനിക്ക് ലൈഫില്ല, അതുകൊണ്ട് അത് ഞാൻ മാറ്റിവെച്ചു. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വയസ്സായി വരുന്തോറും നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 2 മേഖലയാണ് സിനിമയും രാഷ്ട്രീയവും. അതുകൊണ്ട് സിനിമയിലോട്ടും രാഷ്ട്രീയത്തിലോട്ടും ഞാൻ ഇറങ്ങാൻ തീരുമാനിക്കുന്നു എന്നാണ് അഖിൽ മാരാർ പറയുന്നത് കേട്ടത്. വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് പുള്ളി മുന്നിലോട്ട് പോകുന്നത്. അതിനുശേഷം പുള്ളിക്കാരൻ BJP-യിൽ യുവമോർച്ചയിൽ പ്രവർത്തിച്ചു. അതിനുശേഷമാണ് കോൺഗ്രസിലേക്ക് പോകുന്നത്. CPM-ൽ ഭയങ്കര ഫൈറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കോൺഗ്രസിലേക്ക് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ഈ രാഷ്ട്രീയപരമായിട്ടൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രയത്നമാണ് ഇതിലൂടെ നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇങ്ങനെയാണ് പുള്ളിക്കാരൻ പ്രയത്നം നടത്തുന്നതെങ്കിൽ അത് എന്താ പറയുക, അത് വലിയ രീതിയിൽ പുള്ളിക്കാരന് ബാക്ക് ഫെയർ ചെയ്യുമെന്ന് പറയാതിരിക്കാൻ വയ്യ. ആ കാര്യത്തിൽ പുള്ളിക്കാരൻ്റെ കാൽക്കുലേഷൻ എവിടെയോ പഴയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, ഇദ്ദേഹത്തിന് വലിയ പ്ലാൻ ഉണ്ട്. പണ്ടൊരു ജ്യൂസ് കട ഇട്ടിട്ട് അതിന് ആൽക്കെമിസ്റ്റ് എന്ന് പേരിട്ട ആളാണ്. ആൽക്കെമിസ്റ്റ് എന്നാണ് ജ്യൂസ് കട ഇട്ടിട്ട് പേര്. ബിഗ് ബോസ് വരുന്നതോടുകൂടിയാണ് ഇയാളൊന്ന് പച്ച പിടിക്കുന്ന അതാണ്. ഈ
താത്വികാവലോകനം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ 2021 ഇറങ്ങിയ അതൊരു പൊളിഞ്ഞുപോയ സിനിമയാണ്. അംഗീകരിച്ചതല്ലേ, അദ്ദേഹം അത് അംഗീകരിക്കാൻ ഒട്ടും തയ്യാറുമല്ല. അതിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഈ CPM നെയാണ്. ബാക്കിയെല്ലാം അതിനകത്ത് ഈ പുള്ളി കാണിച്ച വലിയൊരു സ്ട്രാറ്റജി ഉണ്ട് കേട്ടോ. ഈ പുള്ളിക്കാരൻ യുവമോർച്ചയിലായിരുന്നല്ലോ. ഈ പുള്ളിക്കാരൻ യുവമോർച്ചയിലായിരുന്നു. പുള്ളിക്കാരന്റെ പോസ്റ്റുകളൊക്കെ കണ്ടാൽ ഒരു വലതുപക്ഷ അനുകൂല പോസ്റ്റുകളായിട്ട് തോന്നും. അപ്പോൾ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുമായിട്ട് ഈ പുള്ളിക്കാരന് ബന്ധമുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ പുള്ളിക്കാരൻ നിരന്തരം എൻ്റെ സിനിമ വരുന്നുണ്ട്, താത്വിക അവലോകനമാണ്. ആ ഇട്ടിരിക്കുന്ന ആ ട്രെയിലറും മറ്റു കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സന്ദേശം പോലെ CPM തേച്ചൊട്ടിക്കുന്ന ഒരു സിനിമയായിരിക്കും എന്ന് പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയ സംഖ്യകളെല്ലാം ഇയാൾക്ക് വാരി വലിച്ച് പ്രൊമോഷൻ കൊടുത്തു. സിനിമ വന്നപ്പോഴാണ് അറിയുന്നത് അതിനകത്ത് സംഖ്യകളെയും ട്രോളുന്നുണ്ട്. ഞാൻ പറഞ്ഞ കറക്റ്റായിട്ട് അത് പുള്ളിയുടെ ഒരു തെറ്റിദ്ധരിപ്പിച്ചാണ്. പുള്ളിയുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അത് നല്ല രസമായിട്ട് പുള്ളി മാനേജ്. അത് കഴിഞ്ഞ് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ആ പോസ്റ്റ് അയാളുടെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞാൻ വിചാരിച്ചത് ഇയാൾ മാട്ട് സംഖ്യയായിരിക്കും എന്നാണ്. പക്ഷേ ഇയാള് നമ്മളെല്ലാവരെയും വിമർശിക്കുകയാണ്. പക്ഷേ അത് ഷെയർ ചെയ്യണ്ടായിരുന്നു എന്നോട് അബദ്ധമായി പോയെന്ന് പറയുന്നുള്ളൂ. അതാണ് പുള്ളിയുടെ ഒരു ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്താലും അതിനകത്ത് പുള്ളി ഇതുപോലെ ഒരു കാര്യം പുള്ളി കണ്ടിരിക്കും. ഇപ്പൊ ഒരു കേസ് വരിക എന്ന് പറഞ്ഞാൽ, ഒരു രാഷ്ട്രീയക്കാരൻ ഒരു കേസ് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനിക്കാന്നുള്ള സംഭവമാണ്. പോരാത്തതിന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. പിണറായി വിജയനെതിരെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഇയാളെ മൈൻഡ് ചെയ്താൽ, അല്ലെങ്കിൽ ഇയാൾക്കെതിരെ കേസെടുക്കുമ്പോൾ അവിടെ റേഞ്ച് മാറുന്നത് ഇയാളുടെ റേഞ്ചാണ് മാറുന്നത്. ഇയാൾ വലിയൊരു രീതിയിലേക്ക് ഉയർത്തപ്പെടുകയല്ലേ ചെയ്യുന്നത്. കറക്റ്റ് ബുദ്ധിയാണ് ഇയാൾ പ്രയോഗിക്കുന്നത്. ആ കാര്യത്തിൽ അയാൾക്ക് ബുദ്ധിയുണ്ടെന്നേ. എന്നാലും അയാൾ ഒരു പൊളിറ്റീഷ്യനാണ്. ഒരേ സമയം ഒരു പൊളിറ്റീഷ്യനാണ്, ഒരേ സമയം ഒരു സിനിമാക്കാരനാണ്. അതേസമയം തന്നെ ഈ ബിഗ് ബോസ് പോലെയുള്ള പരിപാടികളിൽ പോയി വലിയ വലിയൊരു ഫെയിമായി മാറാനുള്ള ബുദ്ധിയും നല്ലൊരു ബിസിനസ്മാനും. അത് എനിക്ക് പുള്ളിയോട് ഭയങ്കര ബഹുമാനമുണ്ട്. പുള്ളി പണ്ട് മാങ്ങ കച്ചവടം തേങ്ങ കച്ചവടം ഒക്കെ നടത്തുന്ന കഥകളൊക്കെ പറയുമ്പോഴേ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട്. അതെ, നമ്മുടെ ഇവിടെ തെങ്കാശിക്ക് പോയിട്ട് സാധനം എടുത്തുകൊണ്ട് വന്ന് വിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. അത് എത്ര രൂപ കിട്ടും, എത്ര ചെലവ് വരും, എത്ര വരവ് വരും എന്നൊക്കെ കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത്. ഇതുകൊണ്ട് പുള്ളി ചെയ്തിരിക്കുന്ന സാധനം, പുള്ളി പ്രധാനമായും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞാൻ ആരോടും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ കൊടുക്കില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരാരും കൊടുക്കാൻ തയ്യാറാവില്ല. ഇദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കുന്ന ഈ ബിഗ് ബോസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത് കാണാത്തത് കൊണ്ടാണ്. അതിന്റെ ഒരു വലിയ ആരാധകരുണ്ട്. ഇദ്ദേഹം സീസൺ 5-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. അല്ല, ഇപ്പോഴും ഇയാൾ ഉണ്ടാക്കിയ ഓളം നിലനിൽക്കുന്നുണ്ട്. ആ ഓളം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന കൊടുക്കാൻ പോകുന്നവർ പോലും ഈ പറയുന്ന ഈ ഇദ്ദേഹത്തിന്റെ ഫാൻസ് ആയിട്ടുള്ളവർ കൊടുക്കാൻ തയ്യാറാവത്തില്ല. ഈ സുധാകരൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറാവുന്നവരെക്കാൾ കൂടുതൽ അഖിൽമാരാർ പറഞ്ഞാൽ കേൾക്കുന്നവരുണ്ട്. ഉണ്ടെന്നേ. അതൊരു വലിയ സത്യമാണ്. ആ യാഥാർത്ഥ്യം സുധാകരനും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അത് ഈ CPM മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ CPM ഈ സൈബർ സഹാക്കൾ വലിയ മണ്ടന്മാരാണ്. അവർ പോയിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഉയരാനിരിക്കുന്നവരെ എല്ലാം പോയി ഉയർത്തി കൊടുക്കും. എല്ലാവരെയും പോയി ഉയർത്തി വിട്ടു. അവർക്ക് ആരെങ്കിലും ഒരാളെ രാവിലെ നേരം വിളിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഫേസ്ബുക്ക് കാണും, പോസ്റ്റ് പോകും, ആരെങ്കിലുമൊക്കെ തെറി വിളിക്കണം. അത്തരത്തിൽ വീഴാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ ഷാമു? ഇതൊക്കെ പറയുന്നുണ്ടാണോ? അല്ല, ഞാൻ ചോദിച്ചത്. അല്ല, ആകാശ് തിലങ്കേരിക്കെതിരെയൊക്കെ പറഞ്ഞല്ലോ. ആകാശ് തിലങ്കേരിയുടെ വിളിയൊന്നും വന്നില്ല. വിളി വന്നാലും നമുക്കൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഉയരാൻ താല്പര്യമുള്ളവരെയൊക്കെ ഉയർത്തിവിടാനാണ് ഈ സൈബർ സഹാക്കൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഈ സൈബർ സഹാക്കളുടെ അടിസ്ഥാനപരമായിട്ട് ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം അവരുടെ ഈ മണ്ടത്തരങ്ങളെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവരെ ഒരു ഉൽപ്പന്നമായി കാണുന്നു, അവരിലെ മണ്ടത്തരത്തെ ഒരു ഉൽപ്പന്നമായി കാണുന്നു. ആ മണ്ടത്തരത്തെ ഇദ്ദേഹം നല്ല രീതിയിൽ, ആ ഉൽപ്പന്നത്തെ ഇദ്ദേഹം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. അതായത് വളമാക്കി വളരാൻ ശ്രമിക്കുന്ന ചെടിയാണ്. അവരെ അല്ല, അവരിലെ മണ്ടന്മാരെ, അവർക്കുള്ളിൽ കുറെ മണ്ടത്തരങ്ങളുണ്ട്. ആ വിട്ടിത്തരങ്ങളെ ഇദ്ദേഹം മാന്തി വെളിയിലിടുന്നു. അഖിൽമാരാരുടെ ചിന്ത എന്തായിരിക്കും എനിക്ക് കറക്റ്റ് അറിയാം. ഞാൻ പറഞ്ഞ ഒരു കാര്യം, അഖിൽമാരാർ ആത്യന്തികമായി ഒരു കൈനോട്ടക്കാരനാണ്. ആ കൈനോട്ടക്കാരൻ സഖാക്കളുടെ കൈ നോക്കുന്നു. ആ കൈനോട്ടത്തിലൂടെ സഖാക്കളുടെ ഉള്ളിലെ മണ്ടത്തരങ്ങൾ മനസ്സിലാക്കുന്നു. അതിലെ കമ്പും കല്ലും കാഞ്ഞിരും കുറ്റിയും വാരി വെളിയിലിട്ട് അതിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വിഭവമല്ല അദ്ദേഹം ശേഖരിക്കുന്നു. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.